ഹലോ ഡിയേഴ്സ്, എല്ലാവർക്കും ചാനലിലേക്ക് സ്വാഗതം. വീഡിയോ ആദ്യമായിട്ട് കാണുന്നവർ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും ഷെയർ ചെയ്യാനും ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കല്ലേ. ഇത് പഴയ ആൾക്കാർക്കൊക്കെ അറിയാം. അതിൻ്റെ ആ ഒരു മുനഭാഗം നമ്മളിതുപോലെ അങ്ങ് കട്ട് ചെയ്ത് കളയും. ഇപ്പോൾ നമ്മൾ കാച്ചിലൊക്കെ നടുന്ന സമയത്തായാലും ഇതുപോലെ തന്നെയാണ്. സൈഡ് വശം നമ്മൾ കട്ട് ചെയ്ത് കളയും. കാച്ചിൽ ചേനയൊക്കെ നടുന്ന സമയത്ത്. അപ്പോൾ നമ്മൾ ഈ വിത്തുകളെല്ലാം നമ്മൾ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. അപ്പോൾ ഇനി ഇത് നമുക്ക് ചാണകപ്പാലിലോ അല്ലെങ്കിൽ ചാരത്തിലോ മുക്കി ഒന്ന് തണലത്ത് വെച്ചൊന്ന് ഉണക്കിയെടുക്കണം. അപ്പോൾ നമ്മൾ ഈ ചേമ്പിൻ്റെ കഷ്ണങ്ങളൊക്കെ നമ്മൾ അധികം നേരം നമ്മൾ ഇങ്ങനെ കട്ട് ചെയ്ത് വെക്കരുത്. ഒരു ദിവസം അങ്ങനെ ഒന്ന് തണലത്ത് വെച്ച് ഉണക്കിയിട്ട് പിറ്റേ ദിവസം തന്നെ നമ്മൾ നടണം. അല്ല, ഇത് മറ്റ് കിഴങ്ങളുടെ കൂട്ടൊന്നുമല്ല. ഇത് പെട്ടെന്ന് തന്നെ ഇത് കേടായിപ്പോയി കഴിഞ്ഞാൽ പിന്നെ അത് നല്ല രീതിയിലൊന്നും കിളിച്ച് വരത്തില്ല. ഇത് പെട്ടെന്ന് അങ്ങ് അഴുകിപ്പോവും. അപ്പോൾ മഴയും കൂടി ആണെങ്കിൽ ഇത് പിന്നെ അങ്ങ് കിളിക്കത്തില്ല, അത് അഴുകിപ്പോവും. അപ്പോൾ അതുകൊണ്ട് നമ്മൾ ചാണകപ്പാലും ഒക്കെ ഇതുപോലെ മുക്കിയെടുക്കുന്നതുകൊണ്ട് തന്നെ ഒന്ന് വെള്ളം വറ്റിക്കാൻ വേണ്ടിയിട്ട് ഒരു ദിവസം നമ്മളൊന്ന് തണലത്ത് വെച്ച് ഉണക്കിയെടുത്തിട്ട് പിറ്റേ ദിവസം തന്നെ നടാൻ നോക്കണം. ഇപ്പം ചാണകപ്പാൽ ഇല്ലയെന്നുണ്ടെങ്കിൽ നമ്മൾ അതിൻ്റെ ആ കട്ട് ചെയ്ത ഭാഗം ഉണ്ടല്ലോ, അവിടെ ഒരു ചെറിയ കറ വരും. അതുകൊണ്ടാണ് നമ്മളിങ്ങനെ ചാരമൊക്കെ പുരട്ടി വെക്കുന്നത്. അപ്പോൾ ഇനി ഇത് നമുക്ക് ഒരു തണലത്ത് വെച്ച് ഒരു ദിവസം ഒന്ന് ഉണക്കിയെടുക്കണം. അപ്പോൾ ഇന്ന് നമ്മൾ ചേമ്പ് നടാൻ പോകുന്നത് ഈ 3 തരത്തിലുള്ള ചാക്കിലാണ്. ഒരെണ്ണം ദേ കണ്ടില്ലേ, ഇതിനകം നമ്മൾ കെട്ടി വെച്ചിട്ടുണ്ട്. ഇത് നമ്മുടെ സിമൻറ്റ് ചാക്കാണ്, അധികം കട്ടിയില്ലാത്തൊരു സിമൻറ്റ് ചാക്കാണ്. ഇതിനകം നമ്മൾ ഇതുപോലെ കെട്ടിയിട്ട് ഇതിൻ്റെ താഴ്വശം ഇതുപോലെ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി രണ്ടാമത്തെന്ന് പറഞ്ഞൊരു ഗ്രോ ബാഗ് പോലെ ആക്കി എടുത്തിട്ടുണ്ട്. നമുക്ക് ഈ സിമൻറ്റ് പൊടിയൊക്കെ മേടിച്ച സമയത്ത് ഇതുപോലെ കട്ട് ചെയ്തിട്ടാണ് അവരെടുത്തത്. ഇതിനകത്താണ് നമ്മൾ മിക്ക കൃഷികളും ചെയ്യാറുള്ളത്. ഇതൊരു നല്ലൊരു ഗ്രോ ബാഗ് ആയിട്ടുണ്ട്. അപ്പോൾ ഇതിനകത്ത് നമുക്ക് ഇന്ന് നടാം. അതുപോലെ ഇത് വേറൊരു ചാക്കാണ്. ഇത് സ്ട്രൈറ്റ് ആയിട്ടുള്ളൊരു ചാക്കാണ്. ഇത് നമ്മൾ താഴ്വശം ഒന്നും കെട്ടുകയോ ഒന്നും ചെയ്തിട്ടില്ല. അപ്പോൾ ഇങ്ങനെ ഈ 3 രീതിയിലുള്ള ചാക്കിലാണ് നമ്മൾ ചേമ്പ് നടാൻ പോകുന്നത്. അപ്പോൾ ഇതൊരു പരീക്ഷണാടിസ്ഥാനത്തിൽ തന്നെയാണ് ചെയ്യുന്നത്. അപ്പോൾ നമുക്ക് ആദ്യം ഇതിനകത്തോട്ട് കുറച്ച് കരിയിലകളെല്ലാം നിറച്ച് കൊടുക്കാം. അപ്പോൾ നമ്മൾ കിഴങ്ങ് വിളകളൊക്കെ ഇതുപോലെ ചാക്കിലൊക്കെ നടുന്ന സമയത്ത് നന്നായിട്ട് നമ്മൾ കരിയിലകൾ ചേർത്ത് കൊടുക്കണം. കരിയിലകൾ ചേർത്ത് കൊടുക്കുക എന്ന് പറഞ്ഞാൽ നന്നായിട്ട് ഇടിച്ച് തകർത്ത് കൊടുക്കണം. കാരണം ഇത് നന്നായിട്ട് ഇത് കുറച്ച് കഴിയുമ്പോൾ തന്നെ ഇതെല്ലാം അങ്ങ് കമ്പോസ്റ്റായി വരും. അപ്പോൾ ആ സമയത്ത് ഇതെല്ലാം താന്നു പോവും. അപ്പോൾ അതനുസരിച്ച് നന്നായിട്ട് നമ്മൾ കരിയിലകൾ ചേർത്ത് കൊടുക്കണം. അപ്പോൾ ഏകദേശം നമ്മൾ ഇത്രയൊക്കെ നമ്മൾ കരിയില നിറച്ചിട്ടുണ്ട്. ഇനി നമുക്കിതിലെ പ്രധാന ഇൻഗ്രീഡിയൻറ്റ് ചേർത്ത് കൊടുക്കാം. ചക്കയുടെ വേസ്റ്റ്, അതായത് ചക്കച്ചവണി, അതുപോലെ തന്നെ ചക്കക്കുരുവിൻ്റെ തൊലി, ഇതെല്ലാം ഉണ്ട്. അപ്പോൾ ഇതെല്ലാം നല്ലൊരു മികച്ചൊരു വളമാണ്. ഇതിനകത്ത് കാൽസ്യം ഉണ്ട്, പൊട്ടാസ്യം ഉണ്ട്, മഗ്നീഷ്യം ഉണ്ട്, ഫോസ്ഫറസ് ഉണ്ട്, അതുപോലെ അമിനോ ആസിഡ് ഉണ്ട്. എല്ലാം അടങ്ങിയിട്ടുള്ളൊരു നല്ല മികച്ച വളമാണിത്. അപ്പോൾ ഇത് നമുക്ക് ഈ ചക്കയുടെ വേസ്റ്റ് ഇതിനകത്തോട്ട് ചേർത്ത് കൊടുക്കാം. അപ്പോൾ ചക്കയുടെ വേസ്റ്റ് ചേർത്ത് കൊടുക്കുമ്പോൾ എല്ലാവർക്കും സംശയമാണ് നമ്മുടെ ചേമ്പ് കേടായി പോകുമെന്നുള്ളത്. അതിനാണ് നമ്മൾ താഴെയായിട്ടാണ് നമ്മളിത് ചേർത്ത് കൊടുക്കുന്നത്. കാരണം ഇതിൻ്റെ പുറത്തേക്ക് നമ്മൾ വീണ്ടും കരിയിലയും മണ്ണും ഒക്കെ ചേർത്ത് കൊടുക്കുന്നതാണ്. അപ്പോൾ തന്നെ ഇതെല്ലാം നന്നായിട്ട് അവിഞ്ഞ് താഴേക്ക് പോകുന്നതായിരിക്കും. അപ്പോൾ നമ്മളിതിൻ്റെ പുറത്തായിട്ടാണല്ലോ മണ്ണൊക്കെ ഇനി ഇട്ടിട്ടാണ് നമ്മൾ ചേമ്പ് നടുന്നത്. അപ്പോൾ ഇതെന്തായാലും ചേമ്പ് കേടായി പോകത്തില്ല. അപ്പോൾ ചക്കയുടെ വേസ്റ്റ് ഇടുമ്പോൾ ഒത്തിരി താത്ത് വേണം ഇതുപോലെ നമ്മൾ ഇട്ട് കൊടുക്കാൻ. ഇനി നമ്മൾ ഇതിനകത്തോട്ട് ചേർത്ത് കൊടുക്കുന്നത് കുമ്മായവും അതുപോലെ തന്നെ ചാരവും ചേർത്തിട്ടുള്ള മണ്ണാണ് ചേർത്ത് കൊടുക്കുന്നത്. നമ്മളിത് കുറച്ച് ഭാഗം മാത്രമേ നമ്മൾ മണ്ണ് ഇപ്പോൾ ചേർത്ത് കൊടുത്തിട്ടുള്ളൂ. അപ്പോൾ കുമ്മായമൊക്കെ നമ്മൾ നേരത്തെ തന്നെ ഒരു 7 ദിവസമൊക്കെ നമ്മളൊന്ന് മണ്ണിനകത്തിട്ടൊന്ന് ട്രീറ്റ് ചെയ്തെടുത്തിട്ടുള്ളതാണത്. ഇപ്പോൾ നമ്മുടെ അമ്ലത എന്തെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ മണ്ണിൻ്റെ, അതുപോലെ തന്നെ കീടങ്ങൾ എന്തെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ അതെല്ലാം പോയി കിട്ടും. പിന്നെ നമ്മൾ ചേർത്ത് കൊടുക്കുന്നത് കുറച്ച് പച്ചിലയാണ്. അത് നമുക്കിവിടെ ഇപ്പോൾ ലഭ്യമായിട്ടുള്ളത് വാഴയിലായിരുന്നു. വാഴയില നല്ലൊരു മികച്ച പൊട്ടാഷ് വളമാണ്. അപ്പോൾ നമുക്ക് വാഴയില കുറച്ച് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഇനി നമുക്ക് അതിനകത്തോട് കുറച്ചും കൂടി കരിയില ഒന്ന് ചേർത്ത് കൊടുക്കാം. അപ്പോൾ കരിയില അത്യാവശ്യം നന്നായിട്ട് തന്നെ ചേർത്ത് കൊടുക്കണം. നന്നായിട്ട് നമ്മൾ ഇടിച്ച് താത്ത് കൊടുക്കണം കരിയില. അപ്പോൾ നന്നായിട്ട് നമ്മൾ കരിയില നിറച്ചിട്ടുണ്ട്. ഇനി അതാ നമുക്ക് ബാക്കിയുള്ള നമ്മൾ ആ നേരത്തെ ചേർത്തിട്ടുള്ള അതിനകത്ത് വേറെ വലിയ വളങ്ങളൊന്നുമില്ല, ചാരവും മണ്ണും കുമ്മായം മാത്രമാണുള്ളത്. അപ്പോൾ അതും കൂടെ നമ്മൾ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. കുറച്ച് മണ്ണാണ് നമ്മൾ ഇട്ട് കൊടുത്തേക്കുന്നത്. കാരണം ഇങ്ങനെ പല ഘട്ടങ്ങളിലായിട്ടാണ് നമ്മൾ മണ്ണ് ചേർത്ത് കൊടുക്കുന്നത്. കാരണം
കരിയിലെല്ലാം അവിഞ്ഞ് താഴോട്ട് പോകുന്നതാണ്, ചേമ്പിന് നന്നായിട്ട് വേരിറങ്ങുന്നതാണ്. അപ്പോൾ ഇനി നമുക്ക് നമ്മൾ വേറെ കുറച്ച് മണ്ണും കൂടി എടുത്തിട്ടുണ്ട്. ഇത് കുമ്മായമൊക്കെ ട്രീറ്റ് ചെയ്ത് വെച്ചിട്ടുള്ള മണ്ണ് തന്നെയാണ്. ഇനി നമുക്ക് ഇതിനകത്തോട്ട് കുറച്ച് ജൈവവളങ്ങൾ കൂടി ചേർക്കണം. അതായത് ആദ്യം തന്നെ നമ്മൾ കുറച്ച് ചാരം ചേർത്ത് കൊടുക്കുകയാണ്. ഇപ്പം നമുക്ക് വേറെ വളങ്ങളൊന്നും ഇല്ലയെന്നുണ്ടെങ്കിൽ നമുക്ക് ഈ ചാരം തന്നെ ആയാലും മതി. ചാരം അപ്പം നല്ല രീതിയിൽ നമ്മൾ ചേർത്ത് കൊടുക്കണമെന്നേ ഉള്ളൂ. അപ്പോൾ നല്ലൊരു പൊട്ടാഷ് വളമാണല്ലോ, അപ്പോൾ നന്നായിട്ട് നമ്മുടെ കിഴങ്ങ് വലിപ്പം വയ്ക്കാനും അതുപോലെ ചേമ്പിനൊക്കെ നല്ല രുചി കിട്ടാനും ഒക്കെ നമുക്ക് ഈ ചാരം ചേർത്ത് കൊടുക്കുന്നത് നല്ലതാണ്. അപ്പോൾ ചാക്കിലൊക്കെ ആകുമ്പോൾ നമ്മൾ അത്യാവശ്യം നന്നായിട്ട് ചേർത്ത് കൊടുക്കുകയാണെങ്കിൽ പിന്നെ നമുക്ക് എപ്പോഴും അങ്ങനെ കൂടുതലായിട്ട് വളമൊന്നും ചേർത്ത് കൊടുക്കേണ്ടി വരത്തില്ല. പിന്നെ നമ്മൾ അതിനകത്തോട്ട് ചാണകപ്പൊടിയാണ്. അപ്പോൾ ചാണകപ്പൊടി ഉള്ളതുകൊണ്ട് നമ്മൾ ചാണകപ്പൊടിയും കൂടെ ചേർത്തിട്ടുണ്ട്. ഇതല്ല എന്നുണ്ടെങ്കിൽ സ്റ്റെറാമിലോ ഒക്കെ ഉണ്ടെങ്കിൽ ആ ജൈവവളമൊക്കെ വേണമെങ്കിൽ നമുക്കിനകത്ത് ചേർത്ത് കൊടുക്കാം. അപ്പം നമ്മുടെ ചേമ്പിൻ്റെ തട നമുക്കിനകത്തോട്ട് വെച്ച് കൊടുക്കാം. ഇതിനകത്ത് 2-3 എല്ലാ ഭാഗത്തായിട്ട് ഇതുപോലെ കണ്ണുകൾ ഉണ്ട്, അതായത് ആ മുള ഭാഗമുണ്ട്. അപ്പോൾ ഇത് നമ്മൾ ഈ ചേമ്പിൻ്റെ തടയുടെ മുകൾ ഭാഗമാണ് നമ്മൾ ഈ വെച്ച് കൊടുത്തിട്ടുള്ളത്. അപ്പോൾ അത് നമ്മൾ നേരെയായിട്ട് തന്നെയാണ് വെച്ച് കൊടുത്തേക്കുന്നത്. അപ്പോൾ നമ്മൾ കുറച്ച് മണ്ണ് നമ്മൾ അതിനകത്തോട്ട് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ആ വളമെല്ലാം ചേർന്നിട്ടുള്ള മണ്ണ് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് നമ്മൾ ഈ നിലത്തൊക്കെ നടുന്ന സമയത്ത് നമ്മൾ തല്ലിപ്പൊത്തി വെക്കും. അപ്പോൾ അതുപോലെ തന്നെ നമുക്ക് ചാക്കിൽ നടുമ്പോൾ ഒന്ന് തല്ലിപ്പൊത്തി വെക്കാം. അപ്പോൾ നന്നായിട്ട് ഉറച്ചിരുന്നോളും. നന്നായിട്ട് വേരുകളെല്ലാം ശക്തമായിട്ട് തന്നെ താഴേക്കെല്ലാം പോയി നല്ല ഉറപ്പോടെ തന്നെ നമ്മുടെ ഈ ചേമ്പ് വളർന്നു വരും. പിന്നെ വീണ്ടും നമ്മൾ ആ ബാക്കി വളവും മണ്ണും എല്ലാം കൂടി നമ്മൾ കുറച്ചും കൂടി മുകളിലേക്ക് ഇട്ട് കൊടുത്തു. അപ്പോൾ ഈ കൂടുതൽ നമ്മൾ മണ്ണ് എന്താണ് ഇങ്ങനെ മുകളിൽ ചേർത്ത് കൊടുക്കുന്നതെന്ന് വെച്ചാൽ ഈ ചേമ്പിൻ്റെയൊക്കെ വേരുകൾ മുകളിലോട്ടാണ് കൂടുതൽ വരുന്നത്. അപ്പോൾ അതിനനുസരിച്ച് നമ്മൾ മണ്ണും വളവും ഒക്കെ ഇതുപോലെ കയറ്റി കൊടുക്കണം. അപ്പോൾ അതിനാണ് നമ്മളിങ്ങനെ മുകളിലോട്ട് നമ്മൾ കൂടുതൽ മണ്ണൊക്കെ ചേർത്ത് കൊടുക്കുന്നത്. പിന്നെ നമ്മൾ കുറച്ച് കരിയിലയും കൂടി ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇപ്പോൾ മഴയൊക്കെ ആയതുകൊണ്ട് തന്നെ നമ്മൾ വെള്ളമൊന്നും തളിച്ചു കൊടുക്കുന്നില്ല. അപ്പം കുംഭമാസത്തിലൊക്കെ നടുവാണെങ്കിൽ നമ്മുടെ ഈ ചേമ്പൊക്കെ അതുകൊണ്ടാണ് പറയുന്നത്, അതായത് ഇതൊന്നും കേടാവാതെ പെട്ടെന്ന് തന്നെ നന്നായിട്ട് മുള വരും. അപ്പോൾ മുള വന്നു കഴിയുമ്പോഴേക്കും മഴയും കൂടെ പെയ്യുമ്പോൾ നന്നായിട്ട് വളർന്നു വരും. അപ്പോൾ ഈ മീനമാസത്തിൽ നടുന്നതിനോണ്ട് കുഴപ്പമൊന്നുമില്ല. നമ്മൾ വെള്ളമൊന്നും ഒഴിച്ചു കൊടുക്കേണ്ട ആവശ്യമില്ല. ഇനി ബാക്കിയുള്ള ചാക്കിൽ നമ്മളിതുപോലെ എല്ലാം നിറച്ച് വെച്ചിട്ടുണ്ട്. അപ്പോൾ ഇനി നമുക്ക് ഇതിനകത്തെല്ലാം നടാം. അപ്പോൾ ഈ ഒരു കഷ്ണത്തിലും നന്നായിട്ട് മുളകളൊക്കെ ഉണ്ട്. അപ്പോൾ ഈ മുളകൾ മുകളിലോട്ട് വരുന്ന രീതിയിൽ നമുക്ക് വെച്ച് നടാം. അപ്പോൾ അത്യാവശ്യം മുളകളുള്ള തട തന്നെ എടുക്കുകയാണെങ്കിൽ പെട്ടെന്ന് തന്നെ വളർന്നു വരുന്നതായിരിക്കും. നല്ല ആരോഗ്യമുള്ള തടകളാണെങ്കിൽ ഒത്തിരി മുളകളൊക്കെ കാണും. അപ്പോൾ അത് നമുക്കിങ്ങനെ നിവർത്തിയാണ് വെച്ചിട്ടുള്ളത്. ഇനി നമുക്ക് ഈ ചെറിയൊരു ഗ്രോ ബാഗിൽ അതിനകത്ത് നമുക്കൊരു ചെറിയ കഷ്ണം ചേമ്പിൻ്റെ തട വെച്ച് കൊടുക്കാം. അപ്പോൾ ഇത് ഗ്രോ ബാഗ് ആയതുകൊണ്ട് തന്നെ നമുക്കൊരു ചെറിയ കഷ്ണം ചേമ്പിൻ്റെ തട വെച്ച് കൊടുത്താൽ മതി. അപ്പോൾ ഇനി നമുക്കിതിൻ്റെ മുകളിലോട്ട് തന്നെ ബാക്കി നമ്മൾ നേരത്തെ ചെയ്ത പോലെ തന്നെ. ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണം. എൻ്റെ മറ്റ് വീഡിയോസും കൂടി ഒന്ന് കണ്ട് സപ്പോർട്ട് ചെയ്യണം.